ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ദീർഘമായ വാർത്താ സമ്മേളനമാണ് ഉണ്ടായത്. തനിക്കോ മകൾക്കോ ഈ പറയുന്ന ഹവാല ഇടപാടുമായി തനിക്കോ മകൾക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ബന്ധവുമില്ല. വന്ന വാർത്തകൾ മുഴുവൻ അവാസ്തവമാണ്. തന്റെ കൈകൾ ശുദ്ധമാണ് എന്നതുകൂടി പിണറായി വിജയൻ വീണ്ടും വ്യക്തമാക്കുകയാണ്. ഇ ഡിയുടേത് രാഷ്ട്രീയ നിലപാടാണ്. പിണറായി വിജയനെതിരെയായാൽ എന്തുമായി കളയാമോ? ഇ ഡി എങ്ങനെയാണ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്? സാധാരണഗതിയിലാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വാർത്താക്കുറിപ്പായി പുറത്തു വന്നിരിക്കുന്നു. അതിൽ എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത്? മുഹമ്മദ് റിയാസിനടക്കം പണം കൈമാറ്റം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇ ഡിക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പിണറായി വിജയൻ ചോദിക്കുന്നു. ആ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്ന രീതിയെ പിണറായി വിജയൻ വിമർശിക്കുകയും ചെയ്യുന്നു. പിണറായി വിജയനെതിരെയായാൽ എന്തുമായി കളയാം എന്നതാണോ നിലപാട് എന്ന് ചോദിക്കുന്നു. തനിക്കെതിരായ അന്വേഷണങ്ങൾ അടക്കം, മുൻപുണ്ടായ അന്വേഷണങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കാണിച്ചത്. പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് അത് ബോധ്യമായി എന്നതുകൂടി പറയുന്നു. തന്റെ കൈകൾ ശുദ്ധമാണ്. താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ ആരും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഏത് അന്വേഷണവുമാകാം എന്നതുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ദീർഘമായ വാർത്താ സമ്മേളനമാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സർക്കാർ വിമർശനത്തിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ഇ ഡിയുമായി ബന്ധപ്പെട്ട ടി വീണയ്ക്കെതിരായ നടപടികളിലേക്ക് കൂടി കടന്നു വരികയാണ്. ഇ ഡിയുടെ അന്വേഷണവും ഇ ഡിയുടെ വാർത്താക്കുറിപ്പും പത്രക്കുറിപ്പും അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ തള്ളിക്കളയുകയും ചെയ്തു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, വലിയ വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്ത സ്ഥാപനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇ ഡിയും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു ഗൂഢാലോചന എന്ന നിലയ്ക്ക് തന്നെയാണ് പിണറായി വിജയൻ ഈ പുതിയ വെളിപ്പെടുത്തലുകളെയും കാണുന്നത്. തീർച്ചയായും അത് ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീണ തന്റെ മകളായതുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തിനാണ് തന്റെ പേർ ഇതിലേക്ക് വലിച്ചഴിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസിന്റെ എല്ലാ ഘട്ടങ്ങളിലും വീണ ടി എന്ന വ്യക്തി കേസുമായി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. അത് ഇനിയും തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മനോരമയിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട അതിരൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഇത്തരമൊരു വാർത്ത ലഭിച്ചത്? അതുമായി ബന്ധപ്പെട്ട് എഴുതിയതെല്ലാം അസംബന്ധം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വളരെ വ്യക്തതയോടുകൂടി പ്രതികരണം നടത്തിയിരിക്കുന്നു. സമ്പൂർണ്ണമായും ഇത്തരത്തിൽ വിഷയങ്ങൾ തള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹവാല ഇടപാടുമായി തനിക്കോ തന്റെ മകളായ വീണയ്ക്കോ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനോ പങ്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഇപ്പോൾ ഇ ഡി ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പ് സമ്പൂർണ്ണമായി തള്ളുകയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കേസിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ തന്റെ പേരെന്തിന് വലിച്ചിഴച്ചു, മുഖ്യമന്ത്രി ആയിരുന്ന തന്റെ പേരെന്തിന് വലിച്ചിഴച്ചു എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഹവാല ഇടപാട് നടത്തുന്ന വ്യക്തികളെല്ലാം താനോ തന്റെ മകളോ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസോ ആരും തന്നെ അത്തരം ഒരു വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. ഇത് ഗൂഢാലോചനയുണ്ട്, അതിൽ ചില മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. മാധു, ശരി. കെ സജീഷ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സജീഷ, ഇ ഡിയുടെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന പത്രക്കുറിപ്പിനെയും രൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. എന്തു തെളിവാണുള്ളത് എന്നതാണ് ചോദ്യം. അത് തീർച്ചയായിട്ടും ഇ ഡിക്കെതിരെ വളരെ വ്യക്തമായ കടന്നാക്രമണമാണ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഈ CMRL എക്സാലോജി കേസ് വന്നതിന് ശേഷം ഇത്ര രൂക്ഷമായ രീതിയിൽ പിണറായി വിജയൻ പ്രതികരിക്കുന്നത് ആദ്യമാണ്. അത് മാത്രമല്ല, വീണ വിജയനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളായ വീണയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു കമന്റ് കൂടി പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. തന്റെ മകളായതുകൊണ്ട് ഇ ഡിയുടെ ഭാഗത്തുണ്ടാകുന്ന നടപടികൾ എല്ലാം തന്നെ വിചിത്രമാണ്. എങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കുക എന്നത് മാത്രമാണ് ഇ ഡിയുടെ ലക്ഷ്യം. അതിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് താൻ കഴിഞ്ഞ കുറെ, അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തനിക്കെതിരെ CBI അന്വേഷണം അടക്കം വന്നിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ഏത് അന്വേഷണവും നടത്തിക്കോ അതിനൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു നടപടിയാണ് എൻ്റെ പാർട്ടിയുടെയും ഭാഗത്തുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഇ ഡിയുടെ നടപടികൾ വിചിത്രമാണ്. തന്റെ പിന്നാലെ ചിലർ വിടാതെ പിടികൂടുകയാണ്. മാത്രമല്ല, മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇത് എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കാൻ ആൾക്കാർക്ക് കഴിയുന്നത്? ഇ ഡി വാർത്താക്കുറിപ്പ് ഇറക്കിയത് തന്നെ അസാധാരണവും വിചിത്രവുമായ നടപടിയാണ്. സാധാരണ രീതിയിൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങളോ നോട്ടുകൾ ഉണ്ടാകുക. പക്ഷേ അത് അസാധാരണമായ രീതിയിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിന് പിന്നിൽ തന്നെ ഒരു അജണ്ടയുണ്ട്. ചില മാധ്യമങ്ങൾ പ്രത്യേക താല്പര്യത്തോടെ വാർത്തകൾ ഇറക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് മനോരമയാണ്. മനോരമയ്ക്ക് ഏത് രീതിയിലാണ് ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിക്കുക എന്നതാണ് മനോരമയുടെ ശൈലി എന്നും
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായ അതിനിശിതമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇ ഡിക്കും ചില മാധ്യമങ്ങൾക്കുമെതിരെ ഈ എക്സാലോജിക്ക അല്ലെങ്കിൽ വീണ വിജയനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരായി 90കളിൽ നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി വീണയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നതും രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത്. തന്റെ കൈകൾ ശുദ്ധമാണ്, ഏത് അന്വേഷണവും നടക്കട്ടെ, താനോ തന്റെ മകളോ കുടുംബാംഗങ്ങളോ യാതൊരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല എന്നും പിണറായി വിജയൻ വ്യക്തമാക്കും. ഇടവേള.